ഹലോ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ട് ഞാനിന്ന് വന്നത്. എല്ലാവർക്കും വസൂസ് മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റും. അതിനായി നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്ത ചിക്കനാണ്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. സാധാരണ മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വെജിറ്റബിൾസ്, ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള ചെറുതായി അരിഞ്ഞത്, നന്നായി പഴുത്ത ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത്, 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, എല്ലാം കുനുകുന അരിഞ്ഞെടുത്തതാണ്. ഇപ്പോൾ നമ്മളിത് വഴറ്റിയെടുക്കുന്നൊന്നുമില്ല, ഡയറക്റ്റ് ചിക്കനിൽ ചേർത്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചേർത്ത് വേവിക്കുന്നത് കൊണ്ട് ചിക്കൻ കറിയിൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, നല്ല ടേസ്റ്റിയാണ്. ചിക്കനിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവും, കറിക്കും ഒരു നല്ല ടേസ്റ്റ് കിട്ടും. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് കൈവച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം. ഇതിൽ ഞാനൊരു 5-6 കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താണ്. പച്ചമുളക് എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഇനി ഇതിൽ പച്ചമുളക് ചേർക്കാം. കുരുമുളകിൻ്റെ അളവൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടും വെള്ളം ചേർക്കാതെയും നിങ്ങൾക്ക് വേവിച്ചെടുക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ഇനി കടുക് വറുത്തെടുക്കാം. ഇത് നമ്മൾ വേവിച്ചെടുത്ത ചിക്കനാണ്. അതിൽ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ കടുക് പൊട്ടിച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ചിക്കനാണ്. നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിൽ വെള്ളം കുറച്ച് അധികം ഉള്ളത് കൊണ്ടാണ് ഞാൻ 2-3 മിനിറ്റ് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല ആയാലും കുഴപ്പമൊന്നുമില്ല. 2 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം ഇപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ്